ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ എല്ലാവരും ചേർന്ന് എത്രയൊക്കെ കണ്ണനിൽ നിന്നും ആ മഹാസത്യം മറച്ചു പിടിക്കാൻ ശ്രമിച്ചിട്ടും കണ്ണൻ ആ രഹസ്യം അറിയുന്നു. അതായത് തൻ്റെ അച്ഛൻ്റേത് വെറും ഒരു അപകട മരണം അല്ല എന്നും അമ്മാവനായ വാമൻ തന്നെയാണ് പ്രതാപന് കൊട്ടേഷൻ കൊടുത്ത് ഈ അരും കൊല ചെയ്യിച്ചത് എന്നുള്ളൊരു സത്യവും കണ്ണൻ അറിയുന്നുണ്ട്. മാത്രമല്ല മഹാലക്ഷ്മിക്ക് എല്ലാം അറിയാമായിരുന്നു. അന്ന് ലോറിയിൽ പ്രതാപനോടൊപ്പം മഹിയും ഉണ്ടായിരുന്നു എന്നുള്ള കാര്യവും കണ്ണന് വലിയൊരു ഷോക്ക് തന്നെയാണ് ഉണ്ടാക്കുന്നത്. തുടർന്ന് ദുർഗയും ഉണ്ണിയും മഞ്ജുവും എല്ലാം ഈ ഒരു സത്യം അറിയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ചേർന്ന് വലിയൊരു നാടകമാണ് നമ്മുടെ എല്ലാവരുടെയും മുന്നിൽ നടത്തിയത്. മനഃപൂർവ്വമാണ് പ്രതാപനെ കാണുന്നതിൽ നിന്നും ഇവരെല്ലാവരും ചേർന്ന് നമ്മളെ തടഞ്ഞത്. ഏട്ടൻ കൈവെള്ളയിൽ വെച്ച് കൊണ്ട് നടന്ന ഏട്ടത്തി പോലും ഏട്ടനെ വഞ്ചിക്കുകയായിരുന്നു. എൻ്റെയും കരുണയുടെയും കാര്യം പോട്ടെ, ഞങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ അത്ര നല്ല സ്വരച്ചേർച്ചയിലൊന്നുമല്ലായിരുന്നു. പക്ഷേ ഏട്ടൻ്റെ സ്ഥിതി അങ്ങനെയല്ല. ഏട്ടൻ അവർക്ക് വേണ്ടിയാണ് ഞങ്ങളെ കൂടി ശത്രുസ്ഥാനത്ത് നിർത്തിയത്. അവരെ ഏട്ടൻ ജീവിതത്തിൽ നിന്ന് തന്നെ തള്ളിക്കളയണമെന്നെല്ലാം ഉണ്ണി പറയുന്നുണ്ട് കേട്ടോ കണ്ണനോട്. എന്നാലും വിശ്വേട്ടൻ്റെ ജീവനെടുത്ത അയാളുടെ മകളെ ആണല്ലോ ഞാൻ മഞ്ജുവിനേക്കാൾ സ്നേഹിച്ചത് എന്ന് ദുർഗയും പറയുന്നു. ഉണ്ണിക്കാണെങ്കിലും കരുണയോട് അടങ്ങാത്ത ദേഷ്യം തന്നെയാണ് ഉണ്ടാവുന്നത്. കാരണം പലതവണ ഉണ്ണി ഒരു സംശയം പോലെ പറഞ്ഞിട്ടുണ്ട് കരുണയുടെ മുന്നിൽ വെച്ച് തൻ്റെ അച്ഛനെ ലോറി ഇടിപ്പിച്ച് കൊന്നത് പ്രതാപനാണോ എന്നുള്ളൊരു സംശയം. അന്നൊന്നും ഒരു സത്യവും തുറന്നു പറയാതെ എല്ലാം ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച് വലിയൊരു കള്ളത്തരം തന്നെയാണ് കരുണ കാണിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം ഉണ്ണിയെ വല്ലാതെ തന്നെ ചൊടിപ്പിക്കുന്നു. തുടർന്ന് കണ്ണൻ പറയുന്നുണ്ട്, മഹിയെ ഞാൻ അത്രയ്ക്ക് അന്ധമായിട്ട് സ്നേഹിച്ചു. എന്നിട്ടും അയാൾ എന്നോട് ചെയ്തത് പൊറുക്കാൻ പറ്റാത്ത തെറ്റ് തന്നെയാണ്. മാത്രമല്ല ഞാൻ എൻ്റെ കൂടപ്പിറപ്പിനെ പോലെ സ്നേഹിച്ചതാണ് അനന്തുവിനെയും ലേഖയൊക്കെ. സ്വന്തം അമ്മയെപ്പോലെ മഹിയുടെ അമ്മയും സ്നേഹിച്ചു. എല്ലാവരും എന്നോട് കണ്ണം പറഞ്ഞു. പക്ഷേ ഇവിടെ ഏറ്റവും വലിയൊരു നാടകം കളിച്ചിരിക്കുന്നത് അമ്മാവൻ എന്ന് പറയുന്ന ആ നീചനാണ്. കമ്പനിയിലെ ക്രമക്കേട് കണ്ടെത്തിയതിൻ്റെ പേരിലല്ലേ അയാൾ എൻ്റെ അച്ഛനെ കൊന്നു കളഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ട് കണ്ണനും അല്ലാതെ തന്നെ പൊട്ടിക്കരയുന്നുണ്ട്. കണ്ണൻ തന്നെ വാമനും പ്രതാപനും ജയിൽ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. വാമനാണ് എല്ലാത്തിൻ്റെയും സൂത്രധാരൻ. അയാളാണ് കൊട്ടേഷൻ കൊടുത്ത് കണ്ണൻ്റെ അച്ഛനെ കൊലപ്പെടുത്തിയത് എന്നുള്ള ഒരു കാര്യം മഹിക്കും മോഹിനിക്കും അനന്തുവിനും ലേഖയ്ക്കും സാഗറിനൊക്കെ വലിയൊരു ഷോക്ക് തന്നെയാണ് ഉണ്ടാക്കുന്നത്. കാരണം അത്രയ്ക്ക് വലിയൊരു നാടകമാണ് അയാൾ അവരുടെ മുന്നിലൊക്കെ കളിച്ചിരുന്നത്. ഇത്രയും കാലം പ്രതാപൻ മാത്രമാണ് എല്ലാത്തിൻ്റെയും പുറകിൽ. പ്രതാപൻ ലോറി ഇടിപ്പിച്ചാണ് വിശ്വനാഥിനെ കൊന്നിരുന്നത് എന്നാണ് എല്ലാവരും കരുതിയിരുന്നത്. പക്ഷേ അതിൻ്റെ മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്നത് വാമനാണ് എന്നുള്ള ഒരു കാര്യം എല്ലാവർക്കും ഒരുപോലെ ഞെട്ടലുണ്ടാക്കുന്നുണ്ട്. തുടർന്ന് മഹിയും ആനന്ദവും ലേഖയും എല്ലാം കണ്ണന് മുന്നിൽ മാപ്പ് ചോദിക്കുന്നുണ്ടെങ്കിലും മഹിയും അനന്തവും മോഹിനിയൊക്കെ പേടിച്ചതുപോലെ മഹാലക്ഷ്മിയുടെയും കണ്ണൻ്റെയും ജീവിതത്തിൽ ചെറിയൊരു വിള്ളൽ ഉണ്ടാവുന്നുണ്ട് ഈ ഒരു സംഭവത്തോടെ. സ്വന്തം അച്ഛൻ്റെ കൊലപാതകികളായ വാമനോടും പ്രതാപനോടുമൊക്കെ ഉണ്ണിക്കും തീർത്താൽ തീരാത്ത ദേഷ്യം തന്നെയാണ് ഉണ്ടാകുന്നത്. കാരണം അച്ഛൻ ജീവിച്ചിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒന്നുമില്ലാത്തവനെ പോലെ ജീവിക്കേണ്ട അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല. സ്വത്തിൻ്റെ കുറച്ചെങ്കിലും എനിക്ക് കിട്ടിയേനെന്ന് ഉണ്ണി ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സത്യം അറിയുമ്പോൾ ഉണ്ണിക്കും അതൊരിക്കലും ക്ഷമിക്കാനായിട്ട് കഴിയുന്നില്ല. ദുർഗയ്ക്കാണെങ്കിലും സ്വന്തം സഹോദരൻ തന്നെ തൻ്റെ താലി ഇറക്കാൻ കാരണക്കാരനായി. അതൊട്ടും ക്ഷമിക്കാനായിട്ട് പറ്റുന്ന ഒരു തെറ്റല്ല. എൻ്റെ ജീവിതം തകരാൻ കാരണക്കാരൻ അയാൾ തന്നെ ആയല്ലോ. അയാളുടെ മകനെ എൻ്റെ മഞ്ജു ഉപേക്ഷിച്ചത് എന്തുകൊണ്ടും നന്നായി. ചെയ്ത തെറ്റിൻ്റെ തന്നെയാണ് അയാളും അയാളുടെ കുടുംബവും അനുഭവിക്കുന്നത് എന്ന് ദുർഗയും പൊട്ടിക്കരഞ്ഞുകൊണ്ട് വാമനെ ശപിക്കുന്നുണ്ട്. വാമനാണെങ്കിലും എല്ലാം ഓർത്ത് കുറ്റബോധം കൊണ്ട് പശ്ചാത്തപിക്കുന്നുണ്ട്. കാരണം ഇത്രയും നാൾ കണ്ണന് എത്രയൊക്കെ ദേഷ്യമുണ്ടെങ്കിലും സ്വാതിയുടെ കല്യാണം കണ്ണൻ തന്നെ നേരിട്ട് മുന്നിൽ നിന്ന് നടത്തും എന്ന് വാമൻ ചിന്തിച്ചിരുന്നു. പക്ഷേ ഇനി ഈ ഒരു സംഭവത്തോടു കൂടി കണ്ണൻ തൻ്റെ കുടുംബത്തേക്ക് തിരിഞ്ഞു നോക്കില്ല എന്നുള്ള ഒരു കാര്യം വാമന് മനസ്സിലാകുന്നു. താൻ ജയിലിലേക്ക് പോകുന്നതോടെ തൻ്റെ കുടുംബം അനാഥമായി ഇനി ഒരു രക്ഷയുമില്ല എന്നുള്ള കാര്യം അയാൾ തിരിച്ചറിയുന്നു. പിന്നീട് മഹിയുടെ സങ്കടം കാണുന്ന അനന്തവും ലേഖയൊക്കെ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുന്നുണ്ട്, മഹിയെ പൂർണ്ണമായിട്ട് വെറുക്കാൻ കണ്ണേട്ടന് ഒരിക്കലും കഴിയില്ല. കാര്യങ്ങൾ അറിഞ്ഞ ഷോക്കിലാണ് കണ്ണേട്ടനുള്ളത്. പതുക്കെ എല്ലാം തിരിച്ചറിയാൻ കണ്ണേട്ടന് കഴിയും. മഹി ജീവിതത്തിലേക്ക് വന്നതോടെയാണ് കണ്ണേട്ടൻ്റെ ജീവിതത്തിൽ എല്ലാം ഉണ്ടായത് എന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ണേട്ടനറിയാം. കണ്ണേട്ടൻ നടന്നു തുടങ്ങിയത് പോലും അതുകൊണ്ടാണ്. അതൊക്കെ കണ്ണേട്ടൻ അത്ര പെട്ടെന്ന് മറന്നു പോവോ എന്ന് ലേഖ പറയുമ്പോൾ, കണ്ണേട്ടൻ്റെ സ്നേഹം ഇല്ലാതെ ഒരു നിമിഷം പോലും എനിക്ക് ജീവിച്ചിരിക്കാൻ കഴിയില്ല ലേഖേ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം വില കൽപ്പിക്കുന്നത് കണ്ണേട്ടൻ്റെ സ്നേഹത്തെയാണെന്ന് പറഞ്ഞുകൊണ്ട് മഹി പൊട്ടിക്കരയുന്നു. എല്ലാം ശരിയാകും മഹി, താൻ ഇങ്ങനെ കരയാതെ എന്ന് പറഞ്ഞുകൊണ്ട് മഹിയെ ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ ലേഖ.
പിന്നീട് ദുർഗ ഉണ്ണിയോട് പറയുന്നുണ്ട്, നിന്റെ അച്ഛൻ്റെ ജീവനെടുത്ത ആ ലോറി ഡ്രൈവറുടെ മകൾ ഇനി നിന്റെ ഭാര്യയായിട്ട് ഇവിടെ വേണ്ട. അവളെ എത്രയും പെട്ടെന്ന് നീ നിന്റെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കണം. എനിക്കിവളെ കാണുമ്പോൾ വിശ്വേട്ടൻ്റെ മുഖമാണ് ഓർമ്മ വരുന്നത്. എന്തായാലും എല്ലാം മറച്ചു വെച്ചിട്ടല്ലേ അവൾ ഇത്രയും കാലം നമ്മുടെ കൂടെ ഇവിടെ കഴിഞ്ഞത്. അവൾ ഇനി എൻ്റെ മരുമകളായിട്ടോ നിന്റെ ഭാര്യയായിട്ടോ ഇവിടെ വേണ്ട എന്നുള്ളൊരു തീരുമാനം ദുർഗ ഉണ്ണിയോട് പറയുന്നുണ്ട്. അങ്ങനെ കരുണയെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കാൻ തന്നെ തീരുമാനമെടുക്കുന്നുണ്ട് കേട്ടോ ഉണ്ണിയും. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന എപ്പിസോഡുകൾക്കായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്